CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേല ഫെബ്രുവരി 21 മുതൽ 24 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. പ്രസിദ്ധമായ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 7, 8 ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താലപ്പൊലി മഹോത്സവം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് തെരുവുനായയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരിയടക്കം 4 പേർക്ക് പരിക്ക്. കരിക്കാട് ചോല വലിയവളപ്പിൽ ഷെഫീഖിന്റെ മകൾ നഫീസ നെഫ്ലിൻ, ഉത്തമാവുങ്കൽ ഹഫ്സ, അരിക്കലാത്ത് മുഹമ്മദ്, കരിക്കാട് മാനംകണ്ടത്ത് അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. പൂരപ്രേമികളുടെ നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പന്തല്ലൂർ പൂരനഗരിയിൽ വീണ്ടും വെടിക്കെട്ട് വിസ്മയം വിരിഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ കുന്നംകുളം നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നു. സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോഹനെ ഞായർ ആചരിച്ചു. ചരിത്ര സ്മരണകളിരുമ്പുന്ന കുന്നംകുളം YMCAയിൽ അന്താരാഷ്ട്ര സന്ദർശകൻ. ആഗോള വൈസ്മെൻ ക്ലബിന്റെ നിയുക്താധ്യക്ഷൻ റവറൻ ഡോക്ടർ ജോഹൻ വിൽഹമാണ് YMCAയിൽ സന്ദർശനം നടത്തിയത്. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ കാരുണ്യഹസ്തത്തിൽ ഭിന്നശേഷിക്കാരായ 4 പേർക്ക് ജീവിത പങ്കാളികളായി. ഇതോടെ 15 വർഷത്തിനുള്ളിൽ 464 പേരെയാണ് കരുണ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. CPIM പുന്നിയൂർക്കുളം വെസ്റ്റ് കമ്മിറ്റി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആംബുലൻസ് സേവനം സജീവമാക്കുന്നു. NK അക്ബർ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളി കൂദാശ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുന്നയൂർക്കുളം ആൽത്ര രാമരാജ UP സ്കൂളിന്റെ 136ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തലക്കോട്ടുകര വിദ്യാ കോളേജിലെ കലോത്സവം അധ്യുക 2026 സമാപിച്ചു. സമാപന ദിവസം നടന്ന വട്ടപ്പാട്ട് ശ്രദ്ധേയമായി. വിവിധ വേദികളിലായി 60ഓളം മത്സരങ്ങളാണ് അരങ്ങേറിയത്. ഗുരുവായൂർ നഗരസഭ പൂക്കോട് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററും ഗുരുവായൂർ നഗരസഭ തൊഴിയൂർ 1ാം വാർഡും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ക്യാപ്പിംഗ് സെറമണി നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.